സ്റ്റുഡൻസിന് നമ്മൾ പഠിക്കുന്നത് 2 ടോപ്പിക്കാണ്. ഈ 2 ടോപ്പിക്കും നമ്മുടെ ഈ എക്സാമിന് മിസ്സ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുള്ള ടോപ്പിക്കൊന്നും അല്ല, ഈസിയാണ്. അതുകൊണ്ടാണ് മിസ് ഇത് ഇട്ടത്. അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഫ്ലാഷ് ഫില്ലും സോർട്ടിംഗ് ഡേറ്റായും. അപ്പോൾ ഫ്ലാഷ് ഫില്ലെന്ന് വെച്ചാൽ Flash fill recognizes the fill pattern in a worksheet and fills the remaining series accordingly. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ടേബിളിൽ കുറേ കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരണം. നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരണം. പക്ഷേ ഒരു പാറ്റേണിനെ ബേസ് ചെയ്ത്, അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഈ 3 കോളം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫുൾ നെയിം എന്ന് പറയുന്ന പുതിയൊരു കോളത്തിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ജോയിൻ ചെയ്ത് വേണം ഫുൾ നെയിം വരാൻ. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്ന പതിവ്. അപ്പോൾ ഫ്ലാഷ് ഫില്ല് ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫ്ലാഷ് ഫില്ല് നമ്മുടെ എക്സൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 ടേബിളിനെ കമ്പൈൻ ചെയ്ത് ഫുൾ നെയിം എന്ന് പറയുന്ന ഒരു പുതിയ പുതിയ കോളത്തിൽ ഈ 3 സെൽസിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഫ്ലാഷ് ഫില്ല് ഉള്ള എക്സലിൽ മാത്രമേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്ലാഷ് ഫില്ല് നമുക്ക് 2013 തൊട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഷനിലേ കിട്ടത്തുള്ളൂ. 10-ലോ 2007-ലോ ഒന്നും ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ അല്ല. 2013 കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ വേർഷൻസിലും ഫ്ലാഷ് ഫില്ല് സപ്പോർട്ടീവ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ വേർഷൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ചിലർക്ക് ചിലപ്പം 2007 ഒക്കെ ആണെങ്കിൽ ഇത് കിട്ടില്ല കേട്ടോ. 2010 ആണെങ്കിലും ഇത് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളിത് നോക്കുക. അപ്പോൾ ഫ്ലാഷ് ഫില്ലെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺ ബേസ് ചെയ്ത് ഒരു കോളം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാഷ് ഫില്ല് യൂസ് ചെയ്ത് അത് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അത് ഫില്ല് ചെയ്യുക, ആ പാറ്റേൺ ബേസ് ചെയ്ത് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറയുന്നത് സോർട്ടിംഗ് ആണ്. സോർട്ടിംഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റയെ അറേഞ്ച് ചെയ്യണം. സോർട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. 2 ഓർഡറാണ് നമുക്കുള്ളത്. ഒന്ന് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, അതായത് ഡിസെൻഡിങ് ഓർഡർ, പിന്നെ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്. ഈ 2 ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ടിങ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, റീഅറേഞ്ചിങ് ഡേറ്റാസിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു ഏതെങ്കിലും ഒരു ഓർഡറിൽ. ഒന്നിൽ അസെൻഡിങ് ഓർഡർ ആവാം, ഇല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആവാം. അതായത് ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് ആവാം, അല്ല എന്നുണ്ടെങ്കിൽ സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് നമുക്ക് നമ്മുടെ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, നമുക്ക് ഡേറ്റാസിനെ പെട്ടെന്ന് കാണാനും നമുക്ക് ആവശ്യമുള്ള ഡേറ്റ വേഗം എടുക്കാനും ഇത് സഹായിക്കുമല്ലേ. നമുക്ക് ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓർഡറിൽ നമുക്ക് എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അൺഓർഡേർഡ് ആയിട്ടുള്ള ഒരു ടേബിളാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. മറ്റേത് ഒരു ഓർഡറിലാണെങ്കിൽ നമുക്ക് ഒരു ആൽഫബറ്റ് ഓർഡർ ഫോളോ ചെയ്ത് നമുക്കതിനെ സെർച്ച് ചെയ്യാനും അതുപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനോ പ്രിൻ്റ് ഔട്ട് എടുക്കാനോ ഒക്കെ ഈസി ആയിരിക്കും. അപ്പം എക്സലിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സൽ എടുത്തു. ഫസ്റ്റ് നമുക്ക് ഫ്ലാഷ് ഫിൽ പഠിക്കാം. ഓക്കെ. ഇവിടെ ഞാൻ 3 കോളം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ ഫുൾ നെയിം. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് നെയിമാണ് ആദ്യം എൻറ്റർ ചെയ്യാൻ പോകുന്നത് അല്ലേ. ഫസ്റ്റ് നെയിം ആദ്യം എൻറ്റർ ചെയ്യാം. ഫസ്റ്റ് നെയിം, ആദ്യത്തെ എൻ്റെ നെയിം എൻറ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഫുൾ നെയിം എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്താ വരേണ്ടത്, ഇത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പേരാണ് വരേണ്ടത് അല്ലേ. 3 കോളവും, അതായത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ജോയിൻ ചെയ്ത് വേണം ലാസ്റ്റ് കോളത്തിൽ വരാൻ അല്ലേ. ഇങ്ങനെയല്ലേ എനിക്ക് എല്ലാ പാറ്റേണും കിട്ടേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം എല്ലാം നിങ്ങൾക്ക് വേണ്ട പേരുകളൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ.
അപ്പം നമ്മൾക്ക് വേണ്ട പേരൊക്കെ ഇവിടെ എഴുതി കൊടുത്തു. ഇനി ഫസ്റ്റ് നിങ്ങൾ ഫ്ലാഷ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇവിടെ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആണോ എന്ന് നോക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഫയലിൽ പോകുക. അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടും. ആ ഓപ്ഷൻസിൽ നിങ്ങൾ അഡ്വാൻസിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വേർഷനിൽ ഫ്ലാഷ് ഫിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഫ്ലാഷ് ഫിൽ ജസ്റ്റ് നമ്മുടെ എക്സലിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഈ ഡേറ്റ ടാബ് എടുക്കുക. ഡേറ്റ ടാബിൽ നിങ്ങൾക്ക് ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ഫുൾ നെയിം എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് ഈ 3 സെല്ലിനെയാണ് ജോയിൻ ചെയ്ത് ഈ ഒരു രീതിയിലാണ് വരേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡേറ്റയും അങ്ങനെ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു കോളം നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഫ്ലാഷ് ഫില്ല് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതേ നമുക്കിവിടെ താഴെ ഒരു ബാർ വരുന്ന കാണാം. ഫ്ലാഷ് ഫിൽ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ഒരു ബാർ പോകുന്ന കാണാം. ഇത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചു, ഈ നമ്മൾ ഫസ്റ്റ് കൊടുത്ത ആ പാറ്റേണിൽ എല്ലാ സെല്ലിലും ഉള്ള ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ജോയിൻ ചെയ്ത് ഫുൾ നെയിം ആയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫ്ലാഷ് ഫിൽ. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് സോർട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫ്ലാഷ് ഫിൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താ, നമുക്ക് ഇഷ്ടമുള്ള കോളം നമുക്ക് ജോയിൻ ചെയ്ത് ആ ജോയിൻ ചെയ്ത വാല്യൂ ആണ് മറ്റൊരു കോളത്തിൽ വരേണ്ടതെങ്കിൽ നമ്മൾ ഫ്ലാഷ് ഫിൽ എനേബിൾ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏത് കോളത്തിലാണോ വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആദ്യം ഒരു പാറ്റേൺ കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ഇത് വരേണ്ടതെന്ന് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ മിസ് ആദ്യം ആതിര KJ എന്നുള്ളത് ഫുൾ നെയിമിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷമാണ് ഫ്ലാഷ് ഫിൽ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അതേപോലെ ചെയ്താലേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാഷ് ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ. അടുത്ത നമുക്ക് സോർട്ടിങ് പഠിക്കാം. അപ്പോൾ സോർട്ടിങ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് കുറേ വാല്യൂസിനെ റീഅറേഞ്ച് ചെയ്യാമല്ലേ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇവിടെ നമുക്ക് കുറേ ഡേറ്റാസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം, റീഅറേഞ്ച് ചെയ്യണം. ഇവിടെ എംപ്ലോയി നമ്പർ മാത്രമേ ഉള്ളൂ ഒരു കറക്റ്റ് ഓർഡറിൽ കിടക്കുന്നുള്ളൂ. ബാക്കി നെയിം, ഡെസിഗ്നേഷൻ, സാലറി ഒക്കെ ഡിഫറെൻ്റ് ഓർഡറിലാണ് കിടക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇത് പല രീതിയിലാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരു ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ സോർട്ടിങ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എക്സലിൽ 2 സ്ഥലത്ത് സോർട്ടിങ്ങിനുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് ഇവിടെ നമ്മളെ ഹോം ടാബിൽ നിങ്ങൾക്ക് ഹോം ടാബിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണുന്നുണ്ടോ? ഹോം ടാബിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഹോം ടാബിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സോർട്ടിങ് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നതെന്ന് മിസ് കാണിച്ചു തരാം കേട്ടോ.
ഇനി അത് കൂടാതെ തന്നെ ഡേറ്റ എന്ന് പറയുന്ന ടാബിലും നമുക്ക് സോർട്ടിംഗ് കാണാൻ പറ്റും. ഇവിടെ സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അവിടെ നമുക്ക് സോർട്ട് കാണാൻ പറ്റും. അപ്പോൾ 2 സ്ഥലത്ത് നമുക്ക് സോർട്ടിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഹോം ടാബിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിനുള്ളിൽ സോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഡേറ്റ ടാബിൽ സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പിലും സോർട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഏത് ടേബിളാണോ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ സോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് കാണാം. സോർട്ട് A to Z, സോർട്ട് Z to A എന്നൊക്കെ പറഞ്ഞ് കസ്റ്റം സോർട്ടിംഗ് എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഏത് കോളമാണ് സോർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇവിടെ സോർട്ട് A to Z എന്ന് വെച്ചാൽ എന്താ, ചെറുതിൽ നിന്നും വലുതിലോട്ട് അല്ലേ, ചെറുതിൽ നിന്നും വലുതിലോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലോവസ്റ്റ് ടു ഹയസ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ലേ. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ എംപ്ലോയി നെയിമാണ് നമ്മൾ സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ എംപ്ലോയി നെയിം ആൽഫബറ്റ് ഓർഡറിൽ A to Z എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് ഓർഡറിൽ A സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ A എന്ന് പറയുന്ന ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന എംപ്ലോയി നെയിം തൊട്ട് അവർ സോർട്ട് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഈ സോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ ഈ നമ്മൾ A to Z കൊടുക്കുമ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന എംപ്ലോയീസ് നെയിമിൽ ആദ്യം വരേണ്ടത് അബ്ബാസ് ഖന്ന എന്ന് പറയുന്ന നെയിമാണ് അല്ലേ. അപ്പോൾ അബ്ബാസ് ഖന്ന വരുന്നതിനോടൊപ്പം അയാളുടെ ഡെസിഗ്നേഷൻ, സാലറി ആൻഡ് എംപ്ലോയി നമ്പറും ആ ഓർഡറിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ആയി കിട്ടണം അല്ലേ. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ സോർട്ട് A to Z ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ല് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സോർട്ടിംഗ് ഓപ്ഷൻ കൊടുക്കാവുള്ളൂ. ഞാൻ സോർട്ട് A to Z എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കിവിടെ സോർട്ടായി അല്ലേ. ഇവിടെ ഇപ്പം ഫസ്റ്റ് അബ്ബാസ് വന്നു, ഭാവന വന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ എംപ്ലോയി നമ്പറും ഡെസിഗ്നേഷനും സാലറിയും ചേഞ്ചായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പം നമുക്ക് ആ ഓർഡറിൽ നമുക്ക് നെയിംസ് വായിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സോർട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി മൾട്ടിപ്പിൾ കോളം സോർട്ടിംഗ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സാമിന് ഈ സോർട്ടിംഗ് വരെ ആയിരിക്കും ചോദിക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ടാവും. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ കൂടുതലും സെക്കൻഡ് ചാപ്റ്റർ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ കുറച്ചല്ലേ ടോപ്പിക്കുള്ളൂ, അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഈ ഒരു വീഡിയോ ഒപ്പം തന്നെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഡൗട്ട്സ് ദയവ് ചെയ്ത് ചോദിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. താങ്ക് യു.